വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയേർക്കപ്പെട്ട MLA IC ബാലകൃഷ്ണൻ ഇന്ന് നിയമസഭയിലെത്തി. പ്രതിയേർക്കപ്പെട്ട ശേഷം IC ബാലകൃഷ്ണൻ ഇതുവരെ വയനാട്ടിലെത്തിയിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയാണ് കൽപ്പറ്റ സെഷൻസ് കോടതി വിധി പറയുക. വിവരങ്ങളുമായി ശ്രീജിത്ത് നിയമസഭാ മന്ദിരത്തിൽ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ഈ കേസിൽ ഉൾപ്പെട്ട IC ബാലകൃഷ്ണൻ ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വയനാട്ടിൽ തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നിയമസഭയിൽ ഹാജരായി എന്നുള്ളത് കൗതുകം ഉണ്ടാക്കുന്നു. നാളെയാണ് ഈ കേസിൽ ഈ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഈ ജാമ്യാപേക്ഷയിൽ കൽപ്പറ്റ സെഷൻസ് കോടതി വിധി പറയുക. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. SKN വയനാട് DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രേരണാകുറ്റം ചുമത്തിയ ശേഷം ഈ IC ബാലകൃഷ്ണൻ ഒരു പൊതുവേദിയിലെത്തുന്നത് ഇതാദ്യമാണ്. അദ്ദേഹം ഒളിവിലാണെന്ന തരത്തിൽ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച വരെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടത്തരുതെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നാൽ KPC പ്രസിഡന്റ് K സുധാകരനാണ് ഇത്തരം കേസുണ്ടായാൽ ആളുകൾ ഒളിവിൽ പോവില്ലേ എന്ന ഒരു പ്രതികരണം നടത്തി MLA ഒളിവിലാണെന്ന ഒരു ധാരണ പരത്തിയത്. എന്തായാലും ഇന്ന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി IC ബാലകൃഷ്ണൻ സഭയിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കേസ് നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം സഭയിലെത്ത് സഭാ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ചില ചട്ടങ്ങളുണ്ട്. സ്പീക്കറുടെ അനുമതിയോടുകൂടി മാത്രമേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ. അത് ഒരുപക്ഷെ ആ പരിരക്ഷ ഉള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ.